ഹലോ, എന്തല്ല? പിന്നില്ലേ, ലെറ്റ്സ് മേക്ക് സംതിങ് ടേസ്റ്റിയർ, ഡെലീഷ്യസ് ആൻഡ് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം പിടിച്ചാലോ? ഫോർ മൈ ഹാപ്പി അപ്പറ്റൈറ്റ്. ഡു യു വാണ്ട് സീ? ഒന്നും നോക്കണ്ടാണേ, ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്ക് മീറ്റ് ബോൾ സ്പെഗറ്റി റെസിപ്പി നോക്കിയാലോ? ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇത് എൻ്റെ ഓൺ റെസിപ്പിയാണ്. ഫസ്റ്റ് നമുക്ക് ചൂടുവെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും ഉപ്പൊക്കെ ഇട്ടിട്ട് സ്പെഗാഡി അതിലേക്ക് വേവിക്കാൻ വെക്കാം. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഗാഡി ഒരിക്കലും പൊട്ടിക്കരുത്, ഡയറക്റ്റ് അങ്ങനെ തന്നെ വേവിക്കാൻ വെക്കാം കേട്ടോ. അവിടെ നിന്നാകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മുറിച്ചിടാനുണ്ട്, ഒരു സോസും ഉണ്ടാക്കാനുണ്ട്. അതൊന്ന് നോക്കിയാലോ? ഫസ്റ്റ് തിങ്, നമുക്കൊരു ഉള്ളി എടുക്കുക, നല്ലതുപോലെ ചെറുതായിട്ട് കുനുകുനി അങ്ങോട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. ചെറുതായിട്ട് അരിഞ്ഞോ, അതാ രസം. അതിനുശേഷം ഗാർലിക്, അതിൽ കുറച്ചെടുത്തോ, കുറച്ചധികം ഗാർലിക്കാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാക്കുക. അതിൽ 2-3 എടുത്തിട്ട് കുഞ്ഞുകുഞ്ഞി അതും മുറിച്ചിട്ട് മാറ്റി വെക്കുക. അത് കൂടാണ്ട് ഒരു 3 എക്സ്ട്രാ മാറ്റി വെച്ചോ, ആവശ്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ താരം, ചിക്കൻ മീറ്റ് ബോൾ. എല്ലാവരും ഞാനിപ്പോൾ ഫ്രോസൺ എടുത്ത് കണ്ടിട്ട് അത് തന്നെ വാങ്ങണമെന്നില്ല. നമുക്ക് ചിക്കൻ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഫ്രോസൺ ഉള്ളതുകൊണ്ട് ഞാനത് ഉണ്ടാക്കി. അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഒരു പ്രാവശ്യം പറഞ്ഞുതരാം കേട്ടോ. ആൻഡ് അത് ഷാലോ ഫ്രൈ ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കണ്ടേ. ജസ്റ്റ് ഒന്നുമില്ല, ജാർ എടുക്കുക, 2 തക്കാളി ഇടുക, മുന്നേ നമ്മൾ എടുത്ത് വെച്ചില്ലേ മുറിക്കാതെ എടുത്ത് വെച്ച ഗാർലിക്, അതും കുറച്ച് സ്പൈസിനെസ്സിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ജ്യൂസ് പരുവത്തിൽ അങ്ങോട്ട് അടിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇതുപോലെ ഒരു ടൈം കൊണ്ട് നമ്മുടെ മീറ്റ് ബോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഒരു പാൻ വെക്കുക, അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസിലെ ഉള്ളി ഗാർലിക് ഒക്കെ അതിടുക. എന്നിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് സോട്ടേ ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ഇതെൻ്റെ ഓൺ റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്തിട്ട് നല്ല രസമുള്ളതാണ് കേട്ടോ ഞാൻ ഇത് ഇങ്ങോട്ട് പറയുന്നത്. ആൻഡ് നമ്മളിത് ഈ സോട്ടേ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ ഒരു ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും ചില്ലി ഗാർലിക് അല്ല സോറി, നമ്മുടെ എന്താ പറയുക, ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ട് നല്ല രീതിക്ക് സോട്ടേ ചെയ്യുക. ഒരു ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ടൊമാറ്റോൻ്റെ സോസ് എടുത്തൊഴിക്കുക. പിന്നെ ഇത് കുറച്ച് നേരം കുറുകണം. അതിലെ കളറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് ഇട്ടിട്ട് നല്ല രീതിക്ക് ഒരു കുറുകി വരുന്ന രീതിയിൽ വെക്കുക കേട്ടോ. ഞാൻ പിന്നെ ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ട് എടുത്തു പോയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ നമ്മുടെ സിനമൺ പൗഡറും കൂടാതെ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറും ഒക്കെ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്, ബട്ട് എടുക്കാൻ മറന്നുപോയി. അതൊക്കെ ചെയ്ത് കുറച്ച് കളർ നല്ല ഡാർക്ക് റെഡായി വന്നതിന് ശേഷം ഇതുപോലെ മീറ്റ് ബോൾ എടുത്ത് വെക്കുക. ഞാൻ കുറച്ച് പാലൂടെ വയ്ക്കുക, അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതൊക്കെയായി സെറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സ്പെഗറ്റി ഇല്ലേ, അത് ഇതിലേക്ക് എടുത്തിടുക. നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സ് 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 കണ്ട എന്ത് രസമാണ് കാണാനെന്ന്. പിന്നെ ഇനി ഒന്നും നോക്കണ്ട, ഇതുപോലൊരു പ്ലേറ്റ് എടുത്ത് വെക്കുക, അറേഞ്ച് ചെയ്യുക, കഴിക്കാം. ഇതിൽ നിങ്ങൾക്ക് കഴിക്കുന്ന സമയത്ത് കൊറിയാൻഡറോ കൂടെ അല്ലാണ്ട് ചീസൊക്കെ ഇട്ടിട്ട് കഴിക്കാം കേട്ടോ. എനിക്കിവിടെ ചീസുണ്ട്, ബട്ട് ഞാൻ ചീസ് അധികം ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ ചീസ് ഇടാത്ത. അപ്പോൾ ഇതേപോലെ ഒന്ന് പ്ലേറ്റിങ് ചെയ്ത് മുകളിൽ ചീസും കൊറിയാൻഡർ ലീഫൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ടേസ്റ്റല്ല രസവുമാണ് ആൻഡ് ടേസ്റ്റുമാണ്. ഇനി ഞാൻ അങ്ങ് കഴിക്കട്ടെ. സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കേണ്ട പറയില്ല, സാധനം നല്ല ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സ്വയം പുകഴ്ത്തുന്നേ വിചാരിക്കേണ്ട, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോ കേട്ടോ. അപ്പോൾ എങ്ങനെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സാധനം സിമ്പിളാണ്, സൂപ്പറാണ്. ബോൺ അപ്പറ്റൈറ്റ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.